നമ്മുടെ സൂര്യകാന്തി പൂക്കളുടെ വിത്തുകൾ ശേഖരിക്കാനായിട്ടുണ്ട്. അത് എപ്പോഴാണ് ശേഖരിക്കുക എന്ന് വെച്ചാൽ പൂവിൻ്റെ ഈ പുറം ഭാഗം ഇങ്ങനെ മഞ്ഞ കളറാവുക, പിന്നെ അവിടെ ഈ ബ്രൗൺ കളർ വരികയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കതിൻ്റെ വിത്തുകൾ ശേഖരിക്കാനായിട്ടുണ്ട്. കേവലം 5-6 വിത്തുകൾ മാത്രമാണ് ഞാനിവിടെ നട്ടിട്ടുള്ളത്. അതിൽ നിന്ന് ഒരു പൂപ്പാടം തന്നെ നമുക്ക് നിർമ്മിക്കാനുള്ള വിത്തുകൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടുത്തത് എന്താ വെച്ചാൽ വിത്തുകളുടെ നിറം ലൈന്, വെള്ള ലൈന് കറുപ്പ് ലൈനായിട്ട് ഇങ്ങനെ മാറ്റണം. അപ്പോൾ നമുക്കത് നോക്കിയാലും മനസ്സിലാവും. വിത്തുകളുടെ നിറം ഇതിൻ്റെ മുകളിലത്തെ നമ്മൾ മാറ്റിക്കഴിഞ്ഞാൽ ഇതിന് മുകളിൽ ഉള്ള ഇത് ഒഴിവായി കഴിഞ്ഞാൽ നമുക്കിത് മനസ്സിലാവണ്ട. ഇതിൻ്റെ നിറം മനുഷ്യർക്ക് നല്ല ഭക്ഷ്യയോഗ്യമായിട്ടുള്ള വിത്തുകളാണ് കേട്ടോ. ഒരുപാട് ഗുണങ്ങളുള്ള, കൊളസ്ട്രോളിനെ നിയന്ത്രിക്കാൻ, അതുപോലെ തന്നെ അങ്ങനെ നിരവധിയായിട്ടുള്ള ഗുണങ്ങളുള്ളതാണ് ഇതിൻ്റെ സീഡ്, ഇതിൻ്റെ വിത്തുകൾ. ഇതുപോലെ വെള്ള ലൈന്, വെള്ളയും കറുപ്പും ചേർന്നിട്ടുള്ളതാണോ എന്നുള്ളത് നല്ല കട്ടി ഉണ്ടാവും, തോട് നല്ല കട്ടി ഉണ്ടാവും. തണലത്ത് വെച്ചിട്ടൊന്ന് ഇതിൻ്റെ ഒരു വെള്ളം നീര് വാർന്നു പോകുന്നത് തണലത്ത് വെക്കണം. അപ്പോൾ ഇത്രയും 5 വിത്തുകളിൽ നിന്ന് 5-6 വിത്തുകളിൽ നിന്ന് ഇത് തന്നെ ഉണ്ടാവും 500-ലധികം വിത്തുകൾ. പിന്നെ ഇനിയിപ്പോൾ അത്രയും പറിക്കാനുണ്ട്. അപ്പോൾ അടുത്തൊരു പൂപ്പാടം നമുക്ക് ഒരുമിച്ച് നിർമ്മിക്കാം. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് കൂടെ. ഇതിൻ്റെ തോല് കളഞ്ഞിട്ടാണിത് കഴിക്കേണ്ടത്. വറുത്തിട്ട് കഴിക്കണം. പച്ചക്ക് കഴിക്കാൻ തോന്നുന്നു. അത് വറുത്ത് കഴിക്കുന്ന സമയത്ത് വറുത്തിട്ടാണ് കഴിക്കുക, പച്ചക്കും കഴിക്കുക, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്കിത് ബാക്കിയുള്ളതും കൂടി ഹാർവെസ്റ്റ് ചെയ്യാം. ഇതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന വലിയ പൂവിൻ്റെ കൂടെ ഉണ്ടായ ഒറ്റ തണ്ടുമ്പോൾ തന്നെ ഉണ്ടായതാണ് 1, 2, 3, 4, 5, 6 പൂക്കളാണ് ഉണ്ടായിട്ട്. ഓരോന്നും ഓരോ സൈസാണ് കേട്ടോ. ഇത് ഒരു തണ്ടുമ്പോൾ തന്നെ 1-ലധികം പൂക്കൾ ഉണ്ടാവുന്നത്. ഇത് ഒരു തണ്ടുമ്മൽ ഒരു പൂ മാത്രം ഉണ്ടാവുന്നത്. 70 തരം സൂര്യകാന്തി പൂക്കൾ ഉണ്ടെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നല്ലോ. പുറകിലൊക്കെ ചെറിയ പൂക്കളാണ് ഇതിൻ്റെ ഉള്ളിൽ. അതായത് ഫ്രണ്ടത്തെ പൂ വലിയ ചെറുതായതുകൊണ്ട് അതിനനുസരിച്ചുള്ള വളർച്ച പുറകിലുള്ള ഉണ്ടായിട്ടുള്ളൂ. പക്ഷെ പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്ന സമയത്ത് നല്ല രസമുണ്ടാവും, നല്ല ഭംഗി ഉണ്ടാവും. അപ്പോൾ ഇതാ നമ്മുടെ വിത്തുകളൊക്കെ നമ്മളിവിടെ ശേഖരിച്ചിട്ടുണ്ട്. ഏകദേശം 5 വിത്തുകളിൽ നിന്നാണ് നമ്മൾ ഈ 500-ലധികം വിത്തുകൾ ഇവിടെ ശേഖരിച്ചിട്ടുള്ളത്.